വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്ന് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ 2 വെള്ളച്ചാട്ടം കാണാൻ പോയതാണ് കേട്ടോ. ഈ കാണുന്നതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. കേട്ടിട്ടുണ്ടോ? ഭയങ്കര രസമാണ് അവിടെ. അപ്പോൾ കാട്ടിക്കൂടെ ഏകദേശം ഒരു 400 മീറ്റർ നടന്ന് വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് വലിയ മരങ്ങളും കാടും നീർച്ചോലകളും എന്ന് വേണ്ട നല്ല ഭംഗിയാണ്. കാടിൻ്റെ വന്യത അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. പോകുന്ന വഴിക്ക് വലിയ വലിയ പാറകളൊക്കെ കാണാം. തുടങ്ങുമ്പം മാത്രം കുറച്ച് നമ്മൾ നടന്ന് തുടങ്ങുമ്പം മാത്രം കുറച്ച് ഭാഗത്ത് ടൈൽസ് ഇട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കല്ല് പാകിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നടക്കുമ്പോൾ കല്ല് പാകലൊക്കെ കഴിഞ്ഞു. പിന്നെ നല്ല ഉരുളൻ കല്ലുകളാണ്. അതിൽ കൂടി ചവിട്ടി അങ്ങ് പോകുമ്പോൾ എന്താ പറയണ്ട, ഒരു മസാജിങ് ഫീലാണ്. ചുറ്റിനുള്ള കാട് കണ്ടു. ഇതുപോലൊരു പച്ചപ്പും മറ്റേ സിനിമയിൽ പറഞ്ഞ ഹരിതാപവും ഒക്കെ കാണണമെങ്കിൽ ഇടുക്കി ജില്ലയിലൊക്കെ തന്നെ പോകണമല്ലേ, അല്ലെങ്കിൽ നമ്മൾ വനത്തിനുള്ളിൽ പോകണം. എന്ത് വലിയ മരങ്ങളാണെന്നറിയാമോ? ഒരൊറ്റ മരമുണ്ട് അവിടെ നിൽക്കുന്നത്. അതൊക്കെ ശരിക്കും അറുത്ത് കഴിഞ്ഞാൽ എത്ര വീട് പണിയാല്ലേ. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പാറ മതി നമുക്കൊരു വീട് മൊത്തം കരിങ്കലി തീർക്കാൻ. അത്രയും വലിയ പാറ. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം താഴെക്കൂടി ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന ആ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷികളുടെ, അവിടെ മുഴുവൻ പക്ഷികളാണ്. അതുങ്ങളുടെ കളകളാരവും. ഞാൻ പറഞ്ഞില്ലേ പാറയും ഈ മരത്തിനെക്കുറിച്ചൊക്കെ ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞില്ലേ, നിങ്ങൾ നോക്ക്. അത് അതിശയോക്തി അല്ലെന്ന് മനസ്സിലായില്ലേ? അത്രയും വലിപ്പമാണ് ആ മരത്തിന്. ഒരൊറ്റ മരമാണ്. അതിൻ്റെ ഏറ്റവും മുകളിലൊരു പക്ഷി കൂട് കൂട്ടിയിട്ടുണ്ട്. അതും കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് തൊമ്മൻകുത്തിലേക്ക് അടുക്കാറായി. അപ്പോൾ ദൂരേനെ നമുക്ക് കേൾക്കാം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച. അത്രയും മുകളിൽ നിന്നാണ് പാറപ്പുറത്തുനിന്ന് വെള്ളം വന്ന് വീഴുന്നത്. ഈ വഴിയൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റാൾജിയ ഫീൽ വരുന്നുണ്ട് അല്ലേ? ശരിക്കും പണ്ട് നടന്ന പണ്ടത്തെ ഒരു ഇടവഴികളൊക്കെ ഇല്ലായിരുന്നോ, ഇങ്ങനെ വേലിയുടെയൊക്കെ, അതായത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കി വെച്ച് ആ വഴികൾ, അങ്ങനത്തെ ഒരു വഴിത്താരയായിട്ട് തോന്നി. അപ്പം നമ്മൾ നടന്ന് അങ്ങനെ ദേ അങ്ങോട്ട് നോക്കിക്കേ, ആ കാണുന്നതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഒന്ന് എല്ലാവരും ഒന്ന് എത്തി നോക്കിക്കേ, കണ്ടോ? പതഞ്ഞൊഴുകുന്ന ശരിക്കൊരു പാലരുവി വെള്ളച്ചാട്ടം വേറെ ഉണ്ട് കേട്ടോ. ഇത് പാലരുവി തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. പക്ഷേ അവിടെ കുളിക്കാൻ അനുവാദമില്ല, അവിടെ ഡേഞ്ചറാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അത്രയും അടുത്ത് പോയിട്ട് കാണാൻ പറ്റത്തില്ല, ഡേഞ്ചർ സോണാണ്. വെള്ളത്തിൻ്റെ ആ ഹുങ്കാരവം നിങ്ങൾ കേട്ടില്ലേ? ഭയങ്കര ശക്തിയായിട്ട് വന്ന് വീഴുന്നതാണ്. അവിടെ നമുക്ക് മുകളിൽ കുളിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ താഴത്തേക്ക് പാറക്കെട്ടിൻ്റെ ഇടയിലും അവിടെയൊക്കെ സൗകര്യമുണ്ട് കുളിക്കാനൊക്കെ. പക്ഷേ സ്ത്രീകൾക്കൊന്നും ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊന്നും അവിടെ കണ്ടില്ല കേട്ടോ. 4 മണി വരെയാണ് അങ്ങോട്ട് പ്രവേശനം. അവിടെ ഗാർഡുമാരൊക്കെ നമ്മളെ എപ്പോഴും നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് താഴത്തേക്ക് പോയിട്ട് കുളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ മുകളിൽ കുളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾക്ക് പോകാം. ഇത് കണ്ടോ, ഇതൊരു ചെറു അരുവിയാണ്. അത് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചെറു അരുവി ഇങ്ങനെ വന്ന് സൈഡിൽ കൂടെ പാറക്കെട്ടിൽ തല്ലി താഴത്തേക്ക് പോവുകയാണ്. അത്ര നല്ല ശുദ്ധ ജലമാണല്ലേ. കാടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മാലിന്യം കലരാത്ത ശുദ്ധമായ വെള്ളം. ശരിക്കും പറഞ്ഞാൽ കൈക്കുമ്പിളിൽ കോരി കുടിക്കാൻ തോന്നുന്ന അത്രയും ശുദ്ധജലമാണിത്. ഇത് നമ്മൾ കയറി ചെല്ലുന്ന ഗേറ്റിൻ്റെ അടുത്തുള്ളതാണ്. പാറക്കെട്ട് മുകളിൽ നിന്ന് വരുന്ന വെള്ളം പാറക്കെട്ടിൽ തല്ലി പതഞ്ഞ് ഒഴുകി താഴത്തേക്ക് അങ്ങനെ പോവുകയാണ്. ശരിക്കും എന്താ പറയുക, കുളിർമ നൽകുന്ന ഒരു കാലാവസ്ഥ. ഇടുക്കി ജില്ലയുടെ സ്വന്തം അല്ലേ. ഇനി ഇവിടുന്ന് ഞങ്ങൾ പോയത് നേരെ ആനയിടിക്കുത്തെന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ. ഈ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറമാണ് ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ വരെ എത്തുന്ന ജീപ്പ് സർവീസ് ഉണ്ട്. പക്ഷെ നടുവിന് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ല പണി കിട്ടും. അപ്പം ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുമ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, അവിടുത്തെ മോൻ പറഞ്ഞു ഞങ്ങളൊരു എളുപ്പവഴി കാണിച്ചു തരാമെന്ന്. ആ കുട്ടി സൈക്കിളിൽ വന്നു. 2-3 പേരുടെ പറമ്പിൽ കൂടെ വന്ന്
ഈ പാറക്കെട്ടിൻ്റെ മുകളിലൂടെ കയറിയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്. അത്രയും റിസ്ക്കാണ് ആ പാറക്കെട്ടിൽ കൂടെ മുകളിലേക്ക് കയറാൻ, എന്നാലും പെട്ടെന്ന് വെള്ളച്ചാട്ടത്തിലെത്തും. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലെത്തി. അപ്പോൾ റെഡി 1 2 3 ചാടിക്കോ. കണ്ടോ, അവിടെ തിമിർത്ത് എല്ലാവർക്കും കുളിക്കാം. എന്ത് രസമല്ലേ വെള്ളം വീഴാൻ. ഒരുപാട് ഉയരത്തിൽ നിന്നാണ് ആ വെള്ളം വന്ന് വീഴുന്നത്. നമ്മുടെ മുർദാവിലേക്കൊക്കെ വീഴുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സുഖം ഷവറിൻ്റെ കീഴിൽ നിന്നാൽ കിട്ടുമോ? അപ്പോൾ എല്ലാവരും കൂടെ ആ സിനിമയിൽ പറഞ്ഞില്ലേ, കൂടെ ചാടിക്കോ, എന്നിട്ട് നമുക്ക് കുളിക്കാം. കണ്ടോ, ഞങ്ങളുടെ അനന്തമൊക്കെ അതിന് കീഴെ പോയിട്ടാണ് കുളിക്കുന്നത്. വെള്ളത്തിൽ കിടന്നിട്ട് ആരും കയറി വരുന്നില്ല. അവസാനം സന്ധ്യയായി കഴിഞ്ഞപ്പം പതുക്കെ ഞങ്ങൾ പാറക്കെട്ടിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങി. ഞാൻ പറയാം, നല്ല റിസ്ക് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് മൈസൂർ, ഇത് കണ്ടോ, മൈസൂർ രാമൻ ഇഡ്ഡലി, അവിടെ കയറി. അപ്പോൾ അത് കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ നാത്തൂനും ബ്രദറും ഒക്കെ പറഞ്ഞിട്ട് അവിടെ പല ടൈപ്പ് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി എന്നുള്ളൊരു വ്യൂവിൽ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് തരുന്നത് ദോശയാണ്, പല ടൈപ്പ്. അവിടെ ചെന്ന് കാണുമ്പോൾ ബട്ടർ ഇഡ്ഡലി, പൊടി ബട്ടർ ഇഡ്ഡലി, പൊടി ഗീ ഇഡ്ഡലി, പൊടി കോക്കനട്ട് ഇഡ്ഡലി, അങ്ങനെയാണ് കൊണ്ടുവെക്കുന്നത്. ഞങ്ങൾ ദോശയാണ്, പക്ഷെ അവർ ഇഡ്ഡലി എന്നാണ് പറയുന്നത്. ഏതെല്ലാം വെറൈറ്റി ആണെന്നറിയോ? ഇപ്പോൾ എൻ്റെ ആങ്ങളുടെ മോൻ ഓർഡർ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ എന്നറിയോ വേഗം പൊടിയും ബട്ടർ ഇഡ്ഡലിയും ഓർഡർ ചെയ്തു. ദേ കൊണ്ടുവച്ചപ്പോൾ സംഭവം ഞാൻ ഞെട്ടിപ്പോയി. വലിയ 2 ദോശയുടെ മുകളിൽ പൊടിയിട്ട് അതിൻ്റെ മുകളിൽ നിറച്ചും ബട്ടർ. അപ്പോൾ അവൻ പറഞ്ഞു, അതിങ്ങനെ ആ ബട്ടർ എടുത്തിട്ട് നല്ലപോലെ തേക്കണം പോലും, ആ പൊടിയും കൂടെ കൂട്ടി മിക്സ് ചെയ്യണം, എന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അവൻ ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് അവൻ വേഗം തന്നെ അത് കഴിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു രക്ഷയില്ല ബട്ടർ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ. ഞാൻ വേഗം നമ്മുടെ പൊടി കോക്കനട്ട് ഇഡ്ഡലി ഓർഡർ ചെയ്തു. അപ്പോൾ സംഗതി എന്താണ്, നമ്മുടെ വെളിച്ചെണ്ണ ചാലിച്ച ചമ്മന്തിപ്പൊടി അത് കൂട്ടി നല്ലപോലെ കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി. ബദാം ഷേക്കും എല്ലാം കഴിച്ച് പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതുവഴി യാത്ര ചെയ്യുമ്പോൾ എറണാകുളത്തേക്ക് വരുന്ന വഴിക്കാണ് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് കയറി കഴിക്കണം കേട്ടോ, അതൊരു വല്ലാത്ത അനുഭവമാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര 2 വെള്ളച്ചാട്ടം കവർ ചെയ്തു, അടിപൊളി ഫുഡും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.